മയിൽ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ മത്സരിക്കുന്ന വാണി ദേവി കെ എന്ന് പറയുന്ന സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പ്രൊഫഷണൽ ഗായിക ആണ് വാണി. സിപിഎമ്മിന്റെ അംഗമാണ്. ഒപ്പം തന്നെ പ്രൊഫഷണൽ ഗാനരംഗത്ത് ജില്ലയിലെ പേരെടുത്ത ഗായിക കൂടിയാണ്. വാണി ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. പ്രൊഫഷണൽ ഗാനരംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലേ? ഒരു 20ഓളം വർഷത്തോളായി. 20 വർഷത്തോളായി. ചെറിയ പ്രായത്തിൽ തന്നെ പ്രൊഫഷണൽ ഗാനരംഗത്തേക്ക് ഒരു +2 കാലം തൊട്ടേ അങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നാടൻപാട്ട് രംഗത്തായിരുന്നു, പിന്നെ ഗാനമേളയിലേക്ക് വന്നു. ഇതിപ്പം ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ്. നേരത്തെ പാർട്ടി അംഗമാണ്. അംഗമായിട്ട് ഇപ്പം 2 വർഷം ആവുന്നേ ഉള്ളൂ അംഗമായിട്ട്. ഇപ്പൊ തന്നെ എങ്ങനെ പാട്ട് പാടിയിട്ട് വോട്ടർമാരെ വീഴ്ത്തലാണോ? പാട്ട് പാടി അത് നമുക്ക് പറയുമ്പം പറയാന്നേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തില് പാടാൻ പറ്റുന്ന നല്ല പാട്ട് ഏതാ? നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ, നമ്മളല്ലാതെ മറ്റാരോ സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ, അണിവെച്ച ദേശത്വമെത്തുമ്പോൾ എതിരിടാൻ അണിയത്ത് നാം തന്നെ വേണം, കർമ്മസമരത്തിനമരത്തു വേണം. നമ്മളിപ്പം വോട്ട് തേടി ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാടാൻ അഭ്യർത്ഥിക്കാറുണ്ടോ? ഞാൻ പാട്ടുകാരിയാണെന്ന് ഒരു വക എല്ലാവർക്കും അറിയാം. എൻ്റെ നാട് തന്നെയാണ്, എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും അയൽവക്കക്കാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ പാട്ട് പാടേണ്ട ഒരു ഇത് വരുന്നില്ല. അവർ പല വേദികളിലും എന്നെ കണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നു. എതിരാളിക്കൊരു വെല്ലുവിളി ഈ പാട്ടും കൂടി ആയിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ കരുതുന്നു. എതിരാളി പാട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ടോ? തുടങ്ങിയെന്നാ കേട്ടത്. ഇനിയിപ്പോ നമ്മള് തെരഞ്ഞെടുപ്പിലേക്ക് വരുവാണെങ്കിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതാണ്. എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഉണ്ട്. വലിയ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാ ആൾക്കാരും എൻ്റെ കൂടെ തന്നെയുണ്ട്. അവരുടെ നല്ല സപ്പോർട്ടാണുള്ളത്. പോകുന്നിടത്തൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ആദ്യമായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഗാനമേളക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങളുണ്ടാവും. അതിൽ നിന്ന് മാറിയിട്ട് ആദ്യമായിട്ട് പൊതു പ്രവർത്തന രംഗത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? മാറ്റം എന്ന് പറയുമ്പം വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പാടാൻ പോയാലും നമ്മൾ പല സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ പല ആൾക്കാരെ കാണും, പല ആൾക്കാരായിട്ട് സംസാരിക്കും. നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും, പക്ഷെ കലാകാരൻ്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ അങ്ങനെ പരിചയം വേണമെന്നില്ലല്ലോ. എല്ലാവരോടും നമ്മൾ കലയിലൂടെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്.